പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ കുഞ്ഞ് ഹോം റെമഡി ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് അല്ലേ, നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഭയങ്കര സൺ ടാൻ ആയിട്ട് വരും. പിന്നെ അത് പോകാൻ ഭയങ്കര പാടാണ്. നമുക്ക് ഈ സൺ ടാൻ മാറ്റാനും അതേപോലെ നമുക്ക് ഈ ആക്നെ വന്നിട്ടുള്ള മാർക്സ് ഇല്ലേ, പ്രത്യേകിച്ച് ഓയിലി സ്കിൻ ആൾക്കെല്ലാം ആക്നെ പിമ്പിൾസ് എല്ലാം ഒരുപാട് വരുമല്ലോ. അപ്പോൾ ആക്നെ മാർക്സ് നമുക്ക് കുറേ നാളായിട്ടുള്ള ആക്നെ മാർക്സ് ആണെങ്കിലും ആ ഡാർക്ക് സ്പോട്ട്സൊക്കെ ഭയങ്കര റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ നമുക്ക് ഉണ്ടാകുന്ന ഓപ്പൺ പോഴ്സ് എല്ലാം മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി ടിപ്പായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. നമുക്ക് അധികം ലേറ്റ് ആക്കാതെ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പാക്ക് ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം എടുക്കുന്നത് ഓട്സ് പൊടിച്ചതാണ്. നമ്മുടെ നോർമലി നമ്മൾ വാങ്ങുന്ന ഓട്സ് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതി. ഭയങ്കര പൗഡറായി പോകേണ്ട, ചെറിയ തരി തരി വരുന്ന രീതിയിൽ പൊടിച്ചെടുക്കുക. അത് ഞാൻ ഇവിടെ കുറച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി എടുത്താൽ മതി. ഞാനിപ്പോൾ ഫേസിലും കയ്യിലേക്കും കൂടി ഇടാൻ വേണ്ടിയിട്ടുള്ളത് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഫേസിലേക്ക് മാത്രം മതിയെങ്കിൽ അത്ര ക്വാണ്ടിറ്റി എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മളടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സാൻഡൽവുഡ് പൗഡറാണ്. ഞാനിവിടെ ആൽപ്സ് ഗുഡ്നസിൻ്റെ സാൻഡൽവുഡ് പൗഡറാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് കുറച്ചിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സാൻഡൽവുഡ് പൗഡർ ഭയങ്കര നല്ലതാണ് കേട്ടോ. നമുക്ക് ഈ പിഗ്മെൻറ്റേഷൻ മാറാനും നമുക്ക് ഡാർക്ക് സ്പോട്ട്സൊക്കെ റെഡ്യൂസ് ആവാനും ഭയങ്കര നല്ല സാധനമാണ് സാൻഡൽവുഡ് പൗഡർ. പിന്നെ നമുക്ക് അടുത്ത വേണ്ട ഇൻഗ്രീഡിയൻറ്റ് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ വൈൽഡ് ടർമറിക് പൗഡറാണ്. കസ്തൂരി മഞ്ഞളോ വൈൽഡ് ടർമറിക് പൗഡർ, അത് നമ്മൾ ആൽപ്സ് ഗുഡ്നസിൻ്റെ തന്നെ എടുക്കുന്നത്. അപ്പോൾ അത് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് കേർഡാണ്. നമുക്ക് ഈ ഇത് പേസ്റ്റ് ആക്കാൻ പാകത്തിന് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള അളവ് എടുത്താൽ മതി. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്മൂത്ത് പേസ്റ്റ് ആവുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ എടുത്തിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇനി ഇതിൽ ഇപ്പം ഓട്സിൻ്റെ പൊടി ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് അതിന് പകരം മുൾട്ടാണി മിട്ടിയോ അല്ലെങ്കിൽ കടലമാവോ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവായിട്ട് എടുക്കാം കേട്ടോ. ഇനി കേർഡ് ഉണ്ടെങ്കിൽ നമുക്ക് റോസ് വാട്ടറോ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവായിട്ട് എടുക്കാം. സാൻഡൽവുഡ് പൗഡർ അത് തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. കാരണം അതിന് വേറെ ഓൾട്ടർനേറ്റീവ് ഒന്നും എനിക്കറിയില്ല പറയാനായിട്ട്. ഞാൻ യൂഷ്വലി കടലമാവ് വെച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഓൾട്ടർനേറ്റീവ്. അതും നമുക്ക് നല്ല റിസൾട്ട് തരുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ചിലർക്ക് ഇത് സ്കിന്നിൽ അലർജി ഉണ്ടാവുമല്ലോ ചില പ്രൊഡക്ട്സൊക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും ചിലരുടെ സ്കിന്നിൽ അത് സ്യൂട്ടാവില്ല. അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കടലമാവോ ഈ പറഞ്ഞ പോലെ മുൾട്ടാണി മിട്ടിയോ ചെറുപയർ പൊടിയോ ഏതാണോ നമുക്ക് സ്യൂട്ടാവുന്നത് നമ്മൾ എടുക്കാം. അതുപോലെ തൈരിന് പകരം നമുക്ക് പാലോ അല്ലെങ്കിൽ റോസ് വാട്ടറോ അല്ലെങ്കിൽ പ്ലെയിൻ വാട്ടർ ആയാലും കുഴപ്പമില്ല. നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ചേഞ്ചസ് വരുത്താം കേട്ടോ. അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ പാക്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാത്ത കേർഡ് നമ്മൾ അതിൽ കുറച്ച് ബാക്കിയുള്ള കേർഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഫേസ് നമുക്കൊന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് വാഷ് ഓഫ് ചെയ്തിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് ഇത് ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കേർഡിൽ ലാക്റ്റിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനും നമ്മുടെ സ്കിന്നൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും എല്ലാം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഫസ്റ്റ് ഒന്ന് കേർഡ് വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ആവും. നമുക്കറിയാവുന്ന പോലെ കേർഡിലുള്ള ഈ കേർഡിൻ്റെ പ്രോപ്പർട്ടീസ്, കേർഡിൽ അടങ്ങിയിട്ടുള്ള പ്രോപ്പർട്ടീസ് നമ്മുടെ ഫൈൻ ലൈനും റിങ്കിൾസൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഈ ഡാർക്ക് മാർക്സൊക്കെ ഫെയ്ഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ കേർഡിനകത്ത് കേർഡിന് നമുക്ക് നാച്ചുറൽ ബ്ലീച്ചിങ് ഏജൻ്റായിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ടാൻ ഇതുവരെ നമുക്ക് റെഡ്യൂസ് ആവാനായിട്ട് കേർഡ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഫസ്റ്റ് ജസ്റ്റ് ഒരു ചെറിയ ലെയർ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഫേസിലും നെക്കിലും ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫേസിലും നെക്കിലും നമുക്കൊന്ന് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ജെൻറ്റിലായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് നമുക്കൊന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്കിത് വാഷ് ഓഫ് ചെയ്ത് കളയാം.
അപ്പം നമ്മളെല്ലാം വാഷ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാക്ക്, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ പാക്ക്, നമ്മളുണ്ടാക്കിയിട്ടുള്ള ഈ പാക്ക് നമുക്കിനി ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്കിത് ഫേസിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാൻ പറ്റിയതാണ്. കാരണം നമ്മളെല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് തന്നെയല്ലേ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ളതൊന്നുമില്ല, കെമിക്കലായിട്ടൊന്നുമല്ലല്ലോ. നമുക്ക് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാൻ പറ്റിയതാണ്. നമ്മളതിൽ എടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ്, ഇതിനകത്ത് ഈ ഓട്സിൻ്റെ നമ്മൾ പൊടി എടുത്തിട്ടുണ്ടല്ലോ, ഈ ഓട്സിൻ്റെ പൊടി നമുക്ക് നമ്മുടെ സ്കിന്നിലുള്ള ഈ ഡാർക്ക് മാർക്സൊക്കെ ഫെയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ നമുക്ക് ഉണ്ടാകുന്ന ഈ ചെറിയ ചെറിയ കുഴി പോലെ വരെയുള്ള, നമുക്ക് കുരുവെല്ലാം വന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പോസ്, ഓപ്പൺ പോസൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ടെല്ലാം നമുക്ക് എന്താ പറയുക, ഈ ഓട്സിൻ്റെ പൊടി ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ അതുപോലെ ഇതിലുള്ളത് ഈ എന്താ പറയുക, നമ്മളിതിൽ യൂസ് ചെയ്തേക്കുന്ന സാൻഡൽവുഡ് പൗഡറും നമുക്ക് സ്കിന്നിന് ഒരു കാം ചെയ്യാനും നമ്മുടെ ഈ ഡാർക്ക് മാർക്സൊക്കെ നന്നായിട്ട് ഫെയ്ഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏജൻറ്റ്. നമുക്കത് ഞാൻ നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ അത് കയ്യിലും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയാം. ഇത് ഈ കയ്യിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്കിതിൻ്റെ റിസൾട്ട് ലൈവായിട്ട് തന്നെ കാണാമല്ലോ. നമുക്ക് ഇനി ഇതൊരു ഡ്രൈ ആവുന്ന വരെ ഒരു 15 മിനിറ്റ്സ് നമുക്കിത് വെച്ചിട്ട് നമുക്കിത് വാഷ് ഓഫ് ചെയ്ത്. അപ്പോൾ ഞാൻ ഫേസ് എല്ലാം വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്കൊരു ചെറിയ വിസിബിളായിട്ടുള്ള റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. നമുക്ക് ആ ഒരു ടാനെല്ലാം മാറിയിട്ട് ചെറിയൊരു എന്താ പറയുക, നമുക്ക് മുഖത്ത് വെട്ടം വെച്ചെന്നൊക്കെ പറയില്ല, ആ ടാനായിട്ടിരുന്നത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയി കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് റെഗുലറായിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിലെല്ലാം നമ്മളിത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഡാർക്ക് സ്പോട്ട്സ്, ആക്നെ വന്നതിൻ്റെ ഡാർക്ക് സ്പോട്ട്സൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു ഡാർക്ക് സ്പോട്ട്സ്, ഇപ്പോൾ എന്തോ ഒരുപാട് റെഡ്യൂസ് ആയിട്ടുണ്ട്. ആക്നെ വന്നതിൻ്റെ മാർക്സ് എല്ലാം നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇങ്ങനെ നമ്മൾ കുരു പൊട്ടിക്കരുതെന്ന് എല്ലാവരും പറയും, പക്ഷേ ഞാൻ കൈ കൊണ്ട് പൊട്ടിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, ഒരു കുഴി പോലെ നമുക്ക് വരുമായിരുന്നു. അപ്പോൾ എനിക്ക് അതെല്ലാം ഒരുപാട് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തപ്പോൾ തന്നെ. അതെല്ലാം ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് പേഴ്സണലി നല്ലോണം ഇഷ്ടപ്പെട്ട ഒരു ടിപ്പാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കയ്യിൽ നേരത്തെ ഇട്ടതിൻ്റെ റിസൾട്ട് നമുക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. ഈ കൈയുടെ ഇവിടെ എല്ലാം നമുക്കൊരു ടാനായിട്ടിരിക്കുന്ന കാണാൻ പറ്റും, പക്ഷേ ഈ കൈ കുറച്ചുകൂടെ നമുക്ക് അതിൻ്റെ വിസിബിൾ റിസൾട്ട്സ് നമുക്കറിയാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു ഹോം റെമഡിയാണ്. കുഞ്ഞു കുട്ടികൾക്കോ വലിയ ആൾക്കാർക്കോ എല്ലാവർക്കും, ടീനേജേഴ്സിനും എല്ലാവർക്കും, ഏത് പ്രായത്തിലുള്ളവർക്ക് വേണമെങ്കിലും യൂസ് ചെയ്ത് നോക്കാം. കാരണം ഇതിൽ നമ്മൾ വേറെ കെമിക്കൽസ് ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ആകെ നമ്മൾ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയ റെമഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു എന്താ പറയുക, നമ്മുടെ കുഞ്ഞു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അവർക്കും യൂസ്ഫുൾ ആവുമല്ലോ.
പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമുക്ക് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് മിസ്സാവാതെ കാണാനും കൂടെ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതാരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കണ്ടുപോകരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണേ. ഇറ്റ്സ് എ റിക്വസ്റ്റ്. പിന്നെന്താ, അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.